ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ആണ്. അത് നമുക്ക് അതിൽ നിന്ന് പോയാലോ? വരൂ. എൻ്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാണ് കേട്ടോ. ഇതാണ് പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സൊക്കെ. കുഞ്ച് പാവം ഉറങ്ങുകയാണ്. കുഞ്ച് നീക്കണേക്കാട്ടും മുന്നേ തന്നെ ഞങ്ങൾക്ക് എസ്കേപ്പ് ആവണം. അപ്പോൾ ഇതാ ഞാൻ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഷൂവിൻ്റെ ലേസൊക്കെ കെട്ടുകയാണ്. ഇത് കെട്ടാൻ എനിക്ക് വലിയ വശമില്ല, പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം കെട്ടി. ഞങ്ങൾ ഇവിടെ നിന്ന് കുന്നംകുളത്ത് വരെ അച്ഛൻ്റെ വണ്ടിയിലാണ് പോണത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ട്രാവലറിലാണ് തൃശ്ശൂർ പോവുക. ഞാൻ അമ്മോട് ബായൊക്കെ പറഞ്ഞ് പോവുകയാണ്. പോണേൻ്റെ ഇടയിൽ ചേച്ചിനെയും വല്യച്ഛനെയും കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ആരാന്നും മനസ്സിലായില്ല കേട്ടോ. അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവരൊക്കെ പോയി. അച്ഛൻ്റെ അമ്മ വീടുള്ളത് കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഞങ്ങളിത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. അങ്ങനെ ഇതാ വീടൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട് കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് അച്ഛൻ്റെ മാമനാണ് കേട്ടോ. എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ട്രാവലർ വരാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും നിന്നിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും ചേച്ചിയും കുറച്ച് ദിവസമായി കണ്ടിട്ട്, അപ്പം ഞങ്ങൾ കുറച്ച് നേരം നിന്ന് വർത്താനം പറയായിരുന്നു. അപ്പോൾ ഇതാ ട്രാവലറൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയി കയറട്ടെ കേട്ടോ. ഇൻഫിനിറ്റി പറഞ്ഞിട്ടുള്ള ഒരു ട്രാവലറാണ്. അപ്പം ഞങ്ങളിതാ അതിൽ കയറിയിട്ടുണ്ട്. വല്യച്ഛൻ വണ്ടിയിൽ ഇരുന്നിട്ട് ഫോൺ നോക്കുകയാണ് കേട്ടോ. ഞാനും ചേച്ചി ഒരുമിച്ചായിരുന്നു. അത് കാരണം ഞാനും ചേച്ചിയും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അങ്ങനത്തെ കാസിനോ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെൽക്കം ഡാൻസിനുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാ അവർ വന്നിട്ടുണ്ട്. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചെങ്കിൽ പലതരം വെറൈറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ഞങ്ങളപ്പോൾ അവിടെ ഒരു ചെയറിൽ നിന്നിട്ടാണ് കഴിച്ചത്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ചായകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഞാനും ചേച്ചി അവിടെ നിന്ന് ഡെസേർട്ട്സൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെന്നാ വണ്ടിയിൽ കയറട്ടെ. രാത്രി വണ്ടി കാണാൻ വളരെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ എന്താ ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ്. കയറിയിട്ട് ഞങ്ങൾ ഇരുന്ന സീറ്റ് ഏറ്റവും ബാക്കിലാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇരുന്നപ്പോൾ ശോഭാ സീറ്റൊക്കെ നല്ല രസത്തിലൊക്കെ കാണുന്നുണ്ടായിരുന്നു.
ക്രിസ്മസൊക്കെ ആയ കാരണം നല്ല ലൈറ്റും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ സാന്റാക്ലോസിനെയൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വല്യച്ഛനും അതുപോലെ തന്നെ ചേച്ചിയും ഒക്കെ ഞങ്ങളുടെ ഒപ്പമാണ് വന്നത്. അവരവരുടെ സ്കൂട്ടിയിൽ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ വീട് എത്താറായിട്ടുണ്ട്. അങ്ങനെ അതാ വീടെത്തി. ഞാൻ ഷൂ ഒക്കെ ഇട്ട കാരണം എൻ്റെ കാല് വേദനിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. എന്നാൽ ഞാൻ ഫ്രഷ് ആവട്ടെ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.